എല്ലാവർക്കും നമസ്കാരം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യത്തിനകത്ത് എങ്ങനെയാണ് പറയുന്നത്? ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയും എന്നുള്ളത് എന്താണെന്ന് നമ്മൾക്കറിയാം. അതിൻ്റെ മുൻപത്തെ വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് കഴിക്കുമെന്നോ എന്ത് ഉടുക്കുമെന്നോ എന്നൊന്നും ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട, ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ പിതാവിന് ഇതൊക്കെ അറിയാമെന്നുള്ള ഒരു അങ്ങനെ നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമ്മൾക്ക് തരുമെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ദൈവമാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പാതയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമ്മൾക്ക് ഒരുക്കി തരും. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മറുഭാഗം എന്ന് പറയുന്നത്, വെറും കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ ദൈവത്തെ വിളിക്കുവാൻ ചെന്നാൽ ഒന്നും കിട്ടത്തില്ല എന്ന് തന്നെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്നൊന്നും കിട്ടത്തില്ല. ഇനി അല്ലാത്ത വഴികളിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് വരും. ദൈവത്തെ ആരാധിക്കാത്തവർക്ക് അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഓക്കെ, ആ വഴിക്കൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കണം. അപ്പോൾ അവിടുത്തെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവരാജ്യം അല്ലേ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നീതിയും സമാധാനവും അല്ലേ? അതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവരാജ്യം, അത് കഴിഞ്ഞ് അവിടുത്തെ രാജ്യവും നീതിയും, ദൈവത്തിൻ്റെ നീതി എന്ന് വെച്ചാൽ ദൈവം എന്താണ് നീതിയായിട്ട് കണക്കിടുന്നതെന്നും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ നീതി എന്താണ്, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് അത് ദൈവം നീതിയായിട്ട് കണക്കിടുന്നത് എന്നുള്ളതൊക്കെ വചനത്തിൽ നമ്മൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ രാജ്യവും നമ്മൾ അന്വേഷിച്ച് ദൈവത്തിൻ്റെ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം ദൈവം നമ്മൾക്ക് ഒരുക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അതൊക്കെ നമ്മൾക്ക് ആവശ്യമാണ് എന്ന് നമ്മളുടെ സ്വർഗസ്ഥനായ പിതാവ് എല്ലാം അറിയുന്നു എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓർക്കുക. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ദൈവത്തെ ഒരു സൈഡാക്കിയിട്ട് നമ്മൾ പലപ്പോഴും ഭൗതിക നന്മകളുടെ പുറകെ പോകുമല്ലേ. ഭൗതിക നന്മകളുടെ പുറകെ പോയി കഴിഞ്ഞിട്ട് അവസാനം ഒന്നും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ടൈമും എല്ലാം വേസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എൻ്റെ ദൈവമേ, എന്താ എനിക്കൊന്നും കിട്ടാത്തത്, എനിക്കെന്താ ഒന്നും കിട്ടാത്തത്, എനിക്കെന്താ ഒന്നും കിട്ടാത്തതെന്നും നമ്മുടെ ദൈവത്തോട് ചോദിക്കും. പക്ഷേ ദൈവത്തിന് അവിടെ നമ്മളോട് പറയുവാനുള്ളത്, ആദ്യം ആരെ അന്വേഷിക്കണം? ദൈവത്തെ അന്വേഷിക്കണം. അപ്പോൾ ആ ദൈവത്തിന് മാത്രമേ നമ്മളെ സഹായിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളുടെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ ഒക്കെ നമ്മൾക്ക് പോകുന്നതിനൊരു പരിധിയുണ്ട്. എല്ലാത്തിനും അപ്പുറമായിട്ട് ആയുസ് എന്ന് പറയുന്നത് ആര് തരണം? ദൈവം തരണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആശ്രയിക്കണം. എന്നിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ നമ്മളൊന്നും ചോദിച്ചില്ലെങ്കിൽ കൂടി ദൈവം നമ്മൾക്കെല്ലാം ഒരുക്കി തരുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പലരും ദൈവത്തിൻ്റെ വേല ചെയ്യുവാനാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കും. നമ്മളുടെ എന്താ പറയുക, ജിജി മാരിയോ ജോസഫ് അവരുടെയൊക്കെ ചരിത്രം എടുത്താലും അറിയാമല്ലേ. ആദ്യം അവർ ദൈവത്തിൻ്റെ വേല എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു. അതിനുശേഷം പാതി വഴിയിൽ അത് നിർത്തി, അത് ഉപേക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്തു? അവിടെ നിന്നുമൊക്കെ ഇറങ്ങി ആ ബന്ധങ്ങളൊക്കെ, ധ്യാന കേന്ദ്രവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവരെങ്ങോട്ട് ഇറങ്ങിയ സ്വന്തമായ ബിസിനസ്സിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചു. അപ്പോൾ സ്വന്തമായ ബിസിനസ്സിന് ചാരിറ്റി എന്നൊരു പേരുമൊക്കെ കൊടുത്ത് അവർ ഇറങ്ങി തിരിച്ചു. അപ്പോൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തെ ഉപേക്ഷിച്ച് നമ്മൾ ലോകത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ പണത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? മുഴുവൻ താറുമാറായി അല്ലേ. കുടുംബം താറുമാറായി, അവരുടെ ഡിഗ്നിറ്റി, ഐഡൻറ്റിറ്റി എല്ലാം നഷ്ടമാകുന്ന വിധത്തിലോട്ട് വന്നു. ഇനി എന്തൊക്കെ ഇവർ രണ്ട് കൂട്ടരും അവിടെ ഇവിടെ ഇരുന്ന് TV ചാനലുകളിൽ കൂടെയും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളിൽ കൂടെയൊക്കെ ഇരുന്ന് ഇവർ എന്തൊക്കെ ഘോരം പ്രസംഗിച്ചാലും ജനത്തിന് കാര്യം ഏകദേശം മനസ്സിലായി കഴിഞ്ഞു അല്ലേ. ഇത് ജനത്തിൻ്റെ അടിച്ചു മാറ്റിയ പൈസ ഇവർ അതിന് വേണ്ടിയിട്ടുള്ളൊരു കടിപിടിയാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അവർ എവിടെ കയറി എന്തൊക്കെ പറഞ്ഞാലും മുൻപിലേക്ക് അവരുടെ പോയ ഇമേജ് ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അല്ലേ. അവരുടെ സമാധാനം നഷ്ടമായി, സകലതും നഷ്ടമായി എന്നുള്ളത് ഇതിനകത്ത് അറിയുന്ന കാര്യം തന്നെയാണ്. കാരണം എന്താണ്? ദൈവത്തെ ഉപേക്ഷിച്ചു. ഓർക്കുക, ഇത് തന്നെയാണ് നമ്മളുടെയൊക്കെ അവസ്ഥ. എങ്ങനെയാണ്? ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ മറന്ന് നമ്മൾ വേറെ രീതിയിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മളുടേതായ പണത്തിൻ്റെ പുറകെ, നമ്മളുടേതായ പ്രതാപത്തിൻ്റെ പുറകെയൊക്കെ നമ്മൾ നീങ്ങിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതൊക്കെ തന്നെയായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ആത്മീയൻ്റെ പതനം എവിടെ ആരംഭിക്കുന്നത്? ഒരു ആത്മീയൻ്റെ പതനം ആരംഭിക്കുന്നത് അവൻ ദൈവത്തെ ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ്. ദൈവത്തെ ഉപേക്ഷിച്ച് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പുറകെ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ആത്മീയൻ്റെ പതനം അവിടെ തുടങ്ങി എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട്
നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ആർക്കായിരിക്കണം? ദൈവത്തിനായിരിക്കണം. നമ്മൾ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് കൊടുക്കേണ്ട മുഴുവൻ മഹത്വവും കൊടുക്കുക, ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ രാജ്യവും ഒക്കെ നമ്മൾ അന്വേഷിക്കുക. അപ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടത് ഇതെല്ലാം ഒരുക്കിത്തരും. നമ്മൾ കുറുക്ക് വഴി തേടേണ്ട കാര്യമില്ല, നമ്മൾ മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മൾക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കിത്തരുമെന്നും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ മറുഭാഗവും കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഭാരപ്പെടുകയാണ്. ദൈവമേ, നാളെ ഞാൻ എങ്ങനെ ജീവിക്കും? എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? അല്ലെങ്കിൽ എൻ്റെ ഭാവി എന്താകും? ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും എന്നൊക്കെ പറഞ്ഞ് ഭാരപ്പെടുന്ന അനേകാര്യങ്ങളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഈ വചനത്തിലൂടെ ദൈവത്തിന് സംസാരിക്കാനുള്ളത് എന്താണ്? നിങ്ങളൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങൾ ആരിൽ ആശ്രയിച്ചാൽ മതി? ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി. ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുക. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നീതിയിലും ദൈവരാജ്യത്തിൻ്റെ ആ ഒരു പാതയിലും നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് വേണ്ടതൊക്കെ ദൈവം ഒരുക്കി തരും. ആ പാതയിൽ സഞ്ചരിക്കുന്ന ആരും പട്ടിണി കിടക്കേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മുൻപിൽ കരം നീട്ടേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ദൈവം എത്തിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ ദൈവം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ഇവരുടെ ചാരിറ്റിക്കാരുടെ അവരുടെ ചരിത്രം എടുത്താൽ എന്താണ്? മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരല്ലേ. ദൈവത്തെ വിട്ട് അവരെന്ത് ചെയ്തിരിക്കുകയായിരുന്നു? മറ്റുള്ളവരുടെ മുൻപിൽ കരം നീട്ടി, അതിന് ചാരിറ്റി എന്നൊരു മനോഹരമായ പേരും കൊടുത്ത് മറ്റുള്ളവരുടെ മുൻപിൽ കരം നീട്ടി അവർ പൈസ മേടിച്ചെടുക്കുകയായിരുന്നു. അവസാനം എല്ലാം കൊണ്ടത് കുളമായി തീർന്നു എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ ഓരോ പാഠങ്ങളായിരിക്കണം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദൈവവേല തന്നെ ചെയ്യുക. അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ വേറെ നമ്മളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതെല്ലാം താറുമാറാകും. മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ പരിഹാസപാത്രങ്ങളാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക, ദൈവവേല ഉപേക്ഷിച്ച് മറ്റൊന്നിൻ്റെയും പുറകെ പോകാതിരിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.